ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗ്രേസമ്മയുടെ നിർദ്ദേശപ്രകാരം രേവതിക്കുട്ടി ആ ഒരു മുറിയെല്ലാം വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കുക കേട്ടോ. പിന്നെ രേവതിക്കുട്ടി ആ ഒരു ഗ്രേസമ്മയുടെ മകൻ്റെ ഫോട്ടോ എല്ലാം അടുക്കി അവിടെ ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തി വെക്കുകയാണ്. ശാമ്പ്രാണിത്തിരിയൊക്കെ കൊളുത്തുന്നുണ്ട്. അത് കണ്ട് ഗ്രേസമ്മ വരികയാണ് കേട്ടോ. വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, രേവതിക്കുട്ടിയുടെ മോളെ, നീ എന്നാലും ഇത്ര മനോഹരമാക്കി വെച്ചല്ലോ ഈ മുറി, സന്തോഷമായി. പിന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നുവാന്ന് പറയുമ്പോൾ കേസമ്മയോട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നവരും നല്ലപോലെ ഇരിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അവരുടെ റൂമെല്ലാം വൃത്തിയായി വെക്കണം. ഇപ്പോൾ ആൻറ്റിക്ക് തോന്നുന്നില്ലേ ആൻറ്റിയുടെ മകൻ തൊട്ടടുത്തുണ്ടെന്ന്? അതുപോലെ മകനും തോന്നണം അമ്മയുടെ സ്നേഹം കൂടെ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് മകൻ ഉറങ്ങുന്ന ആ ബെഡിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി തവണ അവനോട് പോയി സംസാരിക്കാറുണ്ട്. അവസാനം അവൻ എന്നെ ദേഷ്യം പിടിച്ച് ഓടിച്ചു വിടുക ചെയ്യുന്നത്. അമ്മേ, എനിക്ക് ഉറങ്ങണം, അമ്മ ഒന്ന് പോയി തന്നെ എന്നൊക്കെ പറയും. കണ്ടില്ലേ, ഇപ്പോൾ അവന് ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു ശല്യവും ഇല്ല, അവന് സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അടുത്ത് വന്നിരുന്ന് രേവതിക്കുട്ടി ഗ്രേസമ്മയെ ആശ്വസിപ്പിക്കാട്ടോ. ഈ സമയത്താണ് അവിടെ കടപ്പാട്ടേക്ക് നമ്മുടെ അലീന കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഓടി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ നേരെ മുകളിലേക്ക് തന്നെ കയറി പോവാട്ടോ. അവിടെ രോഹിത്ത് വിളിച്ചുകൊണ്ട് വന്നതിന് റൂബിയായിട്ട് സല്ലപിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡോറിലൊരു മുട്ട് കേൾക്കുവാണ്. വീണ്ടും അലീന തന്നെയാണോ വന്ന് മുട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചങ്ങോട്ട് തുറക്കാട്ടോ. എന്താടി നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കൺമുന്നിൽ നിൽക്കുന്നത് സ്വന്തം അച്ഛനാണെന്ന് അറിയുമ്പോൾ ഞെട്ടിത്തരിച്ചു പോവാട്ടോ രോഹിത്ത്. അച്ഛൻ എന്തിനാ ഇപ്പോൾ വന്നേ? എന്താ പറ്റിയ? ജോലി സ്ഥലത്ത് നേരത്തെ വന്നോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാട്ടോ. തിരിച്ച് അയാളും ചോദിക്കുന്നുണ്ട്, നീ എന്തേ രാവിലെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് എന്തേ പെട്ടെന്ന് തിരിച്ച് വന്നേ? എന്തു പറ്റി? കോളേജില്ലേ? അതാ അല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ എന്നൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് രോഹിത്ത്. ഇപ്പോൾ രോഹിത്തിനോട് പറയാം, നീ ഒന്ന് മാറിക്കേ, നിൻ്റെ മുറിയിലേക്ക് നിൻ്റെ ടേബിളിൻ്റെ ആ ഒരു മേശയ്ക്ക് അകത്ത് ഞാനൊരു താക്കോലിട്ടിരുന്നു, അതെനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഞാനൊന്ന് നോക്കിക്കോട്ടെടാ. ആ, നോക്കിക്കോ വെച്ചാന്ന് പറയാട്ടോ. പക്ഷേ അകത്തേക്ക് കയറി വന്ന് ബാലചന്ദ്രൻ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. ആ പെങ്കൊച്ചിനെ കാണുന്നില്ല. അവിടെ ഉടനെ തന്നെ ബാത്റൂമിൽ കയറി കഥകടച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് അച്ഛാ, ഇതിനകത്ത് അച്ഛൻ്റെ സാധനങ്ങളൊന്നും ഇല്ല, അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അതെന്തിനാണ് നീ എന്നെ മനഃപൂർവ്വം തള്ളിവിടുന്നത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ പെട്ടെന്ന് റൂബിയുടെ ഫോണ് ആ ബെഡിലേക്ക് ഇരിക്കുക കേട്ടോ. അതിലേക്ക് ആരോ വിളിക്കുന്നുണ്ട്, കൂട്ടുകാരികൾ ആരോ ആണ്, വൈബ്രേഷനിലാണ് ഇട്ടിരിക്കുന്നത്. അത് ബാലചന്ദ്രൻ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കണം, രോഹി, ഇത് ആരുടെ ഫോണാടാ? നിനക്ക് പുതിയ ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതാരതാന്ന് ചോദിക്കുക. അതെൻ്റെ കൂട്ടുകാരൻ്റെതാ. കൂട്ടുകാരനെ എന്തിനാ നീ വാങ്ങിച്ചിട്ട് വന്നേ? അത് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു വല്ലാത്ത കള്ളത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ഓ, അപ്പോൾ നിൻ്റെ ഫ്രണ്ടിനെ കൂടെ വിളിച്ചിട്ടാണ് നീ വന്നത്? അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എടാ, നിൻ്റെ ഫ്രണ്ട് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, അവനെയും കൂടെ വിളിച്ച് ഞാനൊന്ന് കാണട്ടെ. അച്ഛൻ എന്തിനാണ് എൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്? അതിനിപ്പോൾ എന്താണ്, ഞാനിവിടെ ഒന്ന് പരിചയപ്പെട്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം, നീ വിളിക്ക് എന്ന് പറയാം. എന്നിട്ടും രോഹിത് അനങ്ങുന്നില്ല. അപ്പോൾ ബാലചന്ദ്രന് സംശയമാവുകയാണ്. മുറിയിലൊക്കെ ആ കട്ടനൊക്കെ മാറ്റി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോറിൽ ചെന്ന് തുറക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടേക്കാന്ന് മനസ്സിലായി. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എടാ, ഇതെന്താ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നത്? അകത്ത് ആളുണ്ടല്ലേ? എന്നാൽ ഞാൻ വെളിയിൽ തന്നെ നിൽക്കാം, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി വെളിക്ക് വാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആകെപ്പാടെ പെട്ടുപോയിട്ടുണ്ട് രോഹിത്ത്. എങ്ങനെയല്ല അച്ഛൻ നമ്മളെ പിടിച്ചു എന്നുള്ളത് സത്യമാണ്. ബാലചന്ദ്രൻ പുറത്ത് കാത്തു നിൽക്കുകയാണ്. കുറേ സമയമായിട്ടും കണ്ടില്ല. അപ്പോൾ വീണ്ടും തട്ടുന്നുണ്ട്. അപ്പോൾ റൂബി ഇറങ്ങി വന്നിട്ട് രോഹിത്തിനോട് പറയാം, ഇത് വല്ലാത്തൊരു ചതിയായി പോയി രോഹിത്തെ. ഞാൻ പലതവണ പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. എന്നിട്ടും നീ എന്നെ ബലമായിട്ടാണ് ഇങ്ങോട്ട് പിടിച്ചിട്ട് വന്നത്. പക്ഷേ ഇതിപ്പോൾ അച്ഛൻ കണ്ടോ ഞാനിവിടെ നിൽക്കുന്നത്? മോശമായില്ലേ? അച്ഛനെ കാണാതെ എന്നെ എങ്ങനെയെങ്കിലും നിനക്ക് പുറത്തിറക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. പക്ഷേ രോഹിത്തിന് അത് പറ്റില്ല. അച്ഛൻ എന്തായാലും അവിടെ നിൽക്കുക, അതുവഴി മാത്രമേ താഴേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡോറ് തുറക്കാട്ടോ രോഹിത്ത്. പക്ഷേ രോഹിത്തിൻ്റെ മുന്നിൽ വെച്ച് ആ കൊച്ചു പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ തന്നെ ഉടനെ അച്ഛനെ കാണുമ്പോഴത്തേക്കും വല്ലാത്ത പരിങ്ങലോട് നിൽക്കുകയാണ്. ഇതാരാ? നീ എന്താണ് ഇതിനകത്തെന്ന് ചോദിക്കുക കേട്ടോ. നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചു ബാലചന്ദ്രൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് റൂബീനെ. അപ്പോൾ ഉടനെ തന്നെ രോഹിത്ത് പറയാണ്, അച്ഛൻ എന്തിനാ അവളെ പോലീസുകാർ ചോദ്യം ചെയ്യില്ല, ക്രോസ് വിസ്താരമൊക്കെ ചെയ്യുന്നത്? അവൾ എൻ്റെ ഫ്രണ്ടാ. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ എൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നത് തെറ്റാണോ അച്ഛാന്ന് ചോദിക്കുക. എടാ, രാവിലെ കോളേജിലേക്കെന്നും പറഞ്ഞ് നീ പോയിട്ട് ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറി വന്ന് കഥ കടച്ചകത്തിരിക്കുകയെന്ന് വെച്ചാൽ അത് ശരിയാണോടാ? അച്ഛൻ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയാ. പറഞ്ഞു തീർന്നില്ല, ഒരൊറ്റ അടി അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കവളിൽ. അതോടുകൂടി രോഗത്തിന് മതിയായി. എന്നിട്ട് ബാലചന്ദ്രൻ പറയാം, നിനക്ക് ആ തല്ല് കൊള്ളത്തിൻ്റെ കുഴപ്പമാടാ. നാണം കെട്ടവൻ പറയുന്ന വർത്തമാനം കേട്ടില്ലേ? എനിക്ക് നില
വളർത്താൻ അവകാശമുണ്ടെങ്കിൽ തല്ലാൻ അവകാശമുണ്ട്. പിന്നെ കൊച്ചേ, ഞാനൊരു കാര്യം പറയാം, നിന്റെ അച്ഛൻ ഏതാ പറ. അപ്പോഴാണ് റൂബി പറയുന്നത്, ടൗണിൽ ജംഗ്ഷനിൽ തന്നെ കടയിട്ടേക്കുന്ന ലെതർ മാർട്ട് ഇട്ടേക്കുന്നതാണ് എൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ, ആ പുള്ളിക്കാരനെ എനിക്കറിയാം എന്ന് ബാലചന്ദ്രൻ പറയാം. ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് വിളിക്കാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കോളേജിൽ പഠിക്കുന്ന നിന്റെ ബോയ് ഫ്രണ്ടിനോട് ഇങ്ങനെ കറങ്ങി വരാനും അവൻ വിളിക്കുന്നിടത്തൊക്കെ പോകാൻ നിനക്ക് പേടിയില്ലേ? നീ എന്തിനാ അതിനൊക്കെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു പറയുന്നുണ്ട്, അങ്കിളെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്, ന്യൂ ജനറേഷനൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓ അത് ശരി, എന്നാലൊരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനെ ഞാൻ ഫോണിൽ വിളിക്കാം. അച്ഛൻ വന്ന് ചോദിക്കുമ്പോഴും ഇതേ മറുപടി തന്നെ പറയണം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ബാലചന്ദ്രൻ അദ്ദേഹത്തെ വിളിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റൂബി കയ്യിൽ കയറി പിടിച്ചിട്ട്, ക്ഷമിക്കണം അങ്ങളെ, എന്നോട് ക്ഷമിക്കണം, ചതിക്കരുത്, അച്ഛനെ ഒന്നും വിളിക്കരുത് എന്നും പറഞ്ഞ് കൈ കൂപ്പി തൊഴുന്നുണ്ട്. ശരി, ഞാൻ ഇന്നത്തേക്ക് ക്ഷമിച്ചു, ഇനി മേലിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നീ ചെയ്തേക്കരുത്, മനസ്സിലായോ? പഠിക്കാൻ വന്നാൽ പഠിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് റൂബിനോട് പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറയാട്ടോ. ആ കൊച്ചു ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പോകുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോവോ? ആ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഓടിപ്പോവാ. എന്നിട്ട് ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കിയിട്ട് മോനോട് പറഞ്ഞിട്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം, പഠിക്കാനെന്നും പറഞ്ഞു വിട്ടിട്ട് ഗേൾഫ്രണ്ടിനെയും വിളിച്ച് വീട്ടിനകത്ത് കൊണ്ട് വന്നിരിക്കുന്നു, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കാട്ടോ. അപ്പോൾ തന്നെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അടികിട്ടിയുടെ ചുരുക്കൊണ്ട് പിന്നെ രണ്ടാമത്തെ അലീനയാണ് ഒറ്റ കൊടുത്തതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രോഹിത്തിന്. അതോടുകൂടി രോഹിത് ആകെ ഭ്രാന്തമായി പോയിട്ടുണ്ട്. മുറിക്കകത്ത് കയറി കഴിഞ്ഞിട്ട് അവിടെ കണ്ണിൽ കണ്ട എല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. അവിടെയുള്ള സാധനങ്ങളും ബെഡും അതും ഇതും എല്ലാം വലിച്ചെറിഞ്ഞ് റൂം ആകെ അലങ്കോലമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് ബാലചന്ദ്രൻ ആകെ ടെൻഷൻ ആവുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ രോഹിത്തെ, നീ എന്താ ഈ കാട്ടിക്കൂട്ടി വെക്കുന്നത്? നിനക്ക് ഭ്രാന്താണോ? നീ എന്തിനാ മുറിയൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കുക. ആകെ ഭ്രാന്തെടുത്തതുപോലെ തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അലീനയാണ് ഒറ്റ കൊടുത്തത്, അലീനയെ അതിനുള്ള പകരം വീട്ടണമെന്ന് പറഞ്ഞ് നേരെ ഹരിയുടെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഹരിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതോടുകൂടി ഹരി പറയാം, എടാ അലീനെ തകർക്കാൻ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ അവളെ ആ വീട്ടിൽ നല്ല വിളച്ചമേന പാടില്ല, അവൾ തന്നെയാവും അങ്കിളിനെ വിളിച്ച് വരുത്തിയത്. അതുകൊണ്ട് നമുക്ക് അവൾക്കൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് അവരങ്ങനെ ഒറ്റക്കെട്ടായിട്ട് പ്ലാൻ ചെയ്യാട്ടോ. ഇത് വരുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.